ആ മനുഷ്യന് തന്റെ കാമുകിയുടെ തോളിൽ ഒരു QR കോഡ് കണ്ടെത്തി. അത് കണ്ണുകൊണ്ട് സ്കാൻ ചെയ്തപ്പോൾ എല്ലാവരുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു. കാമുകി 2 വർഷമായി വിശ്വാസവഞ്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം മനം തകർന്നു. പിന്നീട് പണക്കാരന്റെ നെറ്റിയിൽ ഒരു QR കോഡ് കണ്ടു. സ്കാൻ ചെയ്തപ്പോൾ ആ പയ്യൻ വെറും $200 മാത്രമേ സ്വത്തുണ്ടായിരുന്നുള്ളൂ. തന്റെ കാമുകി അവനാൽ ചതിക്കപ്പെട്ടതാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആശ്വാസത്തോടെ അയാൾ സന്തോഷത്തോടെ നടന്നു. വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ എത്തിയപ്പോൾ വീട്ടുടമസ്ഥിനി വാടക വാങ്ങാൻ വന്നു. അവരുടെ ശരീരത്തിലും ഒരു QR കോഡ് അവൻ കണ്ടു. സ്കാൻ ചെയ്തപ്പോൾ അവൾക്ക് $50 ദശലക്ഷം സ്വത്തുണ്ടെന്നും സൗന്ദര്യ സ്കോർ 95 ആണെന്നും കണ്ടു. അവളുടെ ബാഹ്യമായ സൗന്ദര്യം മറികടന്ന് ഈ സത്യം കണ്ട് അവൻ ഞെട്ടി. ഇനി നീ എന്റെ ബോയ് ഫ്രണ്ട് ആകാനൊക്കുമോ എന്ന് അവൾ ചോദിച്ചു. എനിക്ക് ഇനി കഠിനമായി ജോലി ചെയ്യണമെന്നില്ല, അദ്ദേഹം പറഞ്ഞു. ഞാൻ അസുന്ദരിയാണെന്ന് അല്ലേ നീ പറഞ്ഞിരുന്നു എന്ന് അവൾ ചോദിച്ചു. ജോലി ചെയ്യാതിരിക്കാൻ അയാൾ സന്തോഷം, അവൻ അടുത്തു ചെന്ന് പറഞ്ഞു. ഇത് കേട്ട് അവൾ ഭയന്നു. നിനക്ക് ഒരു നല്ല ജോലി കാര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവൾ പോയി. അവൻ വീണ്ടും ഫർണിച്ചറുകൾ സ്കാൻ ചെയ്തു. ഓരോന്നിന്റെയും മൂല്യം കാണാൻ കഴിഞ്ഞു. അടുത്ത ദിവസം അവൾ അദ്ദേഹത്തിന് ജോലി ഏർപ്പാട് ചെയ്തു തരാനെത്തിയപ്പോൾ അവൾ ഹോട്ട് പോട്ട് കഴിച്ച് അന്ന് രാത്രി വീട്ടിൽ വീണ് അസുഖപ്പെടുമെന്ന് അവൻ മുൻകൂട്ടി കണ്ടു. അവളോട് പറഞ്ഞു ഡിപ്പോസിറ്റ് തരണമെന്നും സഹായിക്കുമെന്നും. ആദ്യം അവൾ വിശ്വസിച്ചില്ല. പക്ഷേ അവളുടെ സൗന്ദര്യ രഹസ്യം അവൻ വെളിപ്പെടുത്തിയപ്പോൾ $30,000 അവൾ കൈമാറി. പിന്നീട് അവൾ അവനെ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാടക വാങ്ങാൻ. ആ പെൺകുട്ടിയുടെ QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ അവൾക്ക് ഫോണിൽ സംശയാസ്പദമായ ലിങ്ക് ലഭിക്കാൻ പോവുകയാണെന്നും അത് ക്ലിക്ക് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ആകുമെന്നും കണ്ടു. അവൾ അദ്ദേഹത്തിന്റെ കഴിവ് പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവൻ പെൺകുട്ടിയെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ പറഞ്ഞു. ഫോണിൽ വരുന്ന വിചിത്രമായ ലിങ്ക് ക്ലിക്ക് ചെയ്യരുത് എന്ന് അവൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു. അന്ന് രാത്രി അവൾക്ക് ആ പെൺകുട്ടിയിൽ നിന്ന് ഒരു നന്ദി സന്ദേശം ലഭിച്ചു, അവളുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ആകാതെ തടഞ്ഞത്. ഇത് കേട്ട് അവൾ അവന്റെ കഴിവിൽ പൂർണ്ണമായും വിശ്വാസം വന്നു. നീ ശ്രദ്ധിച്ചുകൊള്ളൂ എന്ന് അവൾ പറഞ്ഞു. കുളി കഴിഞ്ഞ് അവൾ പുറത്തു വന്നപ്പോൾ അവൾ യഥാർത്ഥത്തിൽ വളരെ സുന്ദരിയാണെന്ന് അദ്ദേഹം കണ്ടു. അവൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുകയായിരുന്നു. ഇത് ആദ്യമായാണോ തിന്നുന്നത് അവൻ ചോദിച്ചു. അവൾ സമ്മതിച്ചു. അവൾക്ക് അനാഫൈലാക്റ്റിക് ഷോക്ക് ഉണ്ടാകാൻ പോവുകയാണെന്ന് അവൻ കണ്ടു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൾക്ക് അസുഖം തോന്നി. അദ്ദേഹം മുൻകൂട്ടി മരുന്ന് ഒരുക്കി വച്ചിരുന്നു. അവളെ രക്ഷപ്പെടുത്തി. തന്റെ ജീവൻ രക്ഷിച്ചതിന് പകരം അവൻ ഒരു വില്ല കൊടുത്തു. അകത്തെ ഫർണിച്ചറുകളുടെ വില കണ്ട് അവൻ ഞെട്ടി.